ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞങ്ങളിന്നൊരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ വീട് പൂട്ടി ഇറങ്ങി. ആൽബിനോടെ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഡേർഡിൽ ഡോറിനാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. സമ്മറിലൂടെ പോകാൻ ഭയങ്കര അടിപൊളിയാണ്, ബീച്ചാണ്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇന്ന് ഇവിടെ മഴയാണ്. അവിടെ ഇപ്പം നോക്കിയപ്പോൾ മഴ കാണിക്കുന്നില്ല. ഇനി അറിയത്തില്ല നമുക്ക് എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഒക്കെ ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് ട്രെയിൻ കയറിപ്പോൾ ഒരു 3 മണിക്കൂറുണ്ട് ട്രെയിനിൽ. പിന്നെ കുറച്ച് ബസ്സും ഉണ്ട്. ഈ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നത്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ട്, ആസ് യൂഷ്വൽ. നമ്മുടെ ട്രെയിൻ 9:36 ഇപ്പോൾ കാണിക്കുന്ന ടൈം. അപ്പോൾ അത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ നേരത്തെ എത്തി, പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ കഴിക്കാനുള്ള തീറ്റ സാധനങ്ങളൊക്കെ 2 ബാഗുകളായി നിറച്ചിട്ടുണ്ട്. ആൽബിൻ്റെ പുതിയ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ചേട്ടൻ ലേറ്റ് ആയിപ്പോയി. ചേട്ടാ ടൈമുണ്ടോ ഒരു കാപ്പി മേടിക്കാൻ? ഞങ്ങളിപ്പം സൗത്താംപ്ടണിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. ഇനി അവിടുന്ന് അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് വൂളിലേക്കാണ് ട്രെയിന്. അതും ഒരു 1.5 മണിക്കൂറുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കണ്ട് ബസ്സിന്. ഇത്രയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വൂളിൽ വന്നിറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബസ് ഇപ്പം തന്നെ വരും. ബസ് എത്ര സമയമുണ്ട്? 15 മിനിറ്റ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് ബസ്സിൽ. അപ്പോൾ ബസ്സിൽ ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചിരുന്നു. ഇവിടെ ഭയങ്കര മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 2 ഫോട്ടോ എടുക്കാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പോകുന്നു. എന്തായാലും നമ്മൾ ഇച്ചിരി ലേറ്റായി. ട്രെയിനൊക്കെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ. ഒരു ട്രെയിൻ 2ആയി പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ബാക്കിലിരുന്നു. ഫ്രണ്ടിലത്തെ ട്രെയിൻ ആയിരുന്നു അങ്ങോട്ട് പോകേണ്ടത്, പക്ഷെ ഞങ്ങൾ ബാക്കിലിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിച്ച് ഇപ്പോൾ വന്നേക്കാണ് കൂടുതൽ. ഇനി ഇവിടുന്ന് ബസ് കയറണം. എന്തായാലും നമ്മളൊരു ഉച്ചയായപ്പോഴത്തേക്കൊന്ന് എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ ടാറ്റാ. നമ്മളങ്ങനെ ഡേർഡിൽ ഡോർ എത്തി. ഇവിടെ ഒത്തിരി എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മെയിൻ വ്യൂ കിട്ടുന്നത്. എന്തായാലും ഒരു അടിപൊളി സ്ഥലമായിരുന്നു. എന്താ പറയുക, നമ്മൾ ഒരു ഇംഗ്ലീഷ് വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ. കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. കാരണം അതിൽ തന്നെ നമ്മൾ ലയിച്ചിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പം ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ വ്യൂസൊക്കെയാണിത്. ഹലോ ഗൈസ്, അങ്ങനെ ഡേർഡിൽ ഡോറൊക്കെ കണ്ടു കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്.
പക്ഷേ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു പ്ലാനിൽ മാറ്റം. ഞങ്ങൾ സൗത്ത് ആംപ്റ്റണിൽ ഞങ്ങളൊരു റൂം എടുത്തു. ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് നാളെ ജസ്റ്റ് സൗത്ത് ആംപ്റ്റണൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. തിരിച്ച് പോകാമായിരുന്നു വേണമെങ്കിൽ, പിന്നെ ഞങ്ങൾ മടുത്ത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങ് താമസിക്കാമെന്ന് കരുതി. ഇതാണ് ഞങ്ങളുടെ റൂം, ഒരു കുഞ്ഞു റൂമാട്ടോ. അതാണ് ഞങ്ങളുടെ റൂം. പിന്നെ എന്താ, ഞങ്ങൾ ഡ്രസ്സോ അങ്ങനെ ഒന്നും കൊണ്ടുവരാതെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു കടയിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് മടുത്തു. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ചിലപ്പം നാളത്തെ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യും, ചിലപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ടാറ്റാ.